കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ഓപ്പൺ സ്പേസാണ് നമുക്ക് ആവശ്യമായിരുന്നത്. നമുക്ക് ഓപ്പൺ ആയിട്ടിരിക്കണം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവിടെയും നമുക്ക് എല്ലാ പ്ലേസും നമുക്ക് എപ്പോഴും ഓപ്പൺ എന്നുള്ള രീതിയിലായിരിക്കും ഫീൽ ചെയ്യണം, അങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ പേര് അഞ്ജു. ഞാൻ ഒരു അടുത്തൊരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ് ടീച്ചറായിട്ട്. എനിക്ക് ഹസ്ബൻഡ് എറണാകുളത്ത് വർക്ക് ചെയ്യണം. കുട്ടികൾ എനിക്ക് 2 പേരുണ്ട്. നമ്മൾ ഈ വീട് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ആകെ ഒരു 8 സെൻറ്റ് സ്ഥലമാണ് നമ്മൾ ആദ്യം വാങ്ങിയത്. അപ്പോൾ 8 സെൻറ്റ് സ്ഥലത്തിൽ നമുക്ക് അതിൽ ഉൾക്കൊള്ളുന്ന രീതിയിലൊരു വീട് വേണം. അതുമാത്രമല്ല വീട്ടിലെല്ലാ യൂട്ടിലൈസേഷനും എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളൊരു വീട് വേണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് സോഷ്യൽ മീഡിയ വഴി ബിൽനെസ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മൾ കിട്ടിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ നമുക്ക് അവരെ അപ്രോച്ച് ചെയ്തപ്പോൾ നമുക്ക് ഡിസൈൻസിനെ കുറിച്ചും എങ്ങനെയാണ് ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെ വേണം, ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ അവർ പറഞ്ഞു തന്നു. അപ്പോൾ അവർ ആർക്കിടെക്റ്റ് ഏബലും ആർക്കിടെക്റ്റ് സബിതയാണ് നമുക്കതിന് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അവരുടെ നല്ല ഹെൽപ്പ് നമുക്കുണ്ടായിരുന്നു. ലിവിങ് കഴിഞ്ഞ് നമ്മൾ ഡൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഡൈനിങ്ങിൽ നിന്ന് ആണെങ്കിലും അതേപോലെ കിച്ചണിൽ നിന്നാണെങ്കിലും നമുക്ക് പുറത്ത് പാഷ്യോയിലേക്ക് ഒരു ആക്സസ് ഉണ്ടായിരുന്നു. പാഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കൺസേൺ എന്ന് പറയുന്നത് കുട്ടികൾക്ക് പ്ലേ ഏരിയയും വേണം, അതുപോലെ തന്നെ നമുക്കൊരു പ്രൈവസി വേണം എന്നൊരു കൺസെപ്റ്റോട് കൂടിയാണ് നമ്മൾ പാഷ്യോ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ പാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത് ജാളിയാണ്. ജാളി ഈ വീടിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റെയറാണ്. സ്റ്റെയറിൽ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റെയറാണ് നമ്മുടെ. അപ്പോൾ അതിൽ തന്നെ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മുകളിലേക്ക് ഒരു ഹാങ്ങിങ് ലൈറ്റും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹാങ്ങിങ് ലൈറ്റ് നമുക്ക് അവിടെ ഇട്ട് കഴിഞ്ഞാൽ മുകളിൽ സ്റ്റെയറിലേക്കും വരുന്നുണ്ട്, അതേപോലെ ലിവിങ്ങിലേക്കും കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഡൈനിങ്ങിലേക്കും കിട്ടുന്ന പോലെയാണ് നമ്മൾ ഹാങ്ങിങ് ലൈറ്റിൻ്റെ ലൈറ്റ് നമുക്ക് എല്ലാവിടേക്കും കിട്ടുന്നത്. വീടിൻ്റെ നമുക്ക് ഡബിൾ ഹൈറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കുണ്ടായിരുന്നു. അത് ഡബിൾ ഹൈറ്റ് വയ്ക്കാനുള്ള കാരണം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും നമ്മളൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ഹൈറ്റ് ഓപ്ഷൻ വെച്ചത്. ഇതിൻ്റെ എക്സിക്യൂഷൻ പാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ സൈറ്റ് എഞ്ചിനീയർ നമുക്ക് വളരെ അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. കാരണം അധികം കാര്യങ്ങൾ നമ്മൾ കോർഡിനേറ്റ് ചെയ്യാനോ ഒന്നും നമ്മളിവിടെ വന്നിരുന്നില്ല. അപ്പോൾ സൈറ്റ് എഞ്ചിനീയർ ആണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത്. അപ്പോൾ നമുക്കിവിടെ വന്ന് അന്വേഷിക്കേണ്ട കാര്യങ്ങളൊന്നും വന്നിരുന്നില്ല. ഓവറോൾ വീടിൻ്റെ കൺസ്ട്രക്ഷനിലാണെങ്കിലും എക്സിക്യൂഷൻ പാർട്ടിലാണെങ്കിലും ഞാനും എൻ്റെ ഫാമിലിയും 100% ഹാപ്പിയാണ്.